നേരത്തെയൊക്കെ കാനഡയിൽ ഒരു PR കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കാനഡയെ ഇഷ്ടം പോലെ കുറ്റം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് നാട്ടിലേക്ക് തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇനി 2026 തൊട്ട് 28 വരെയുള്ളൊരു ഇമിഗ്രേഷൻ പ്ലാൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഏകദേശം 5-ൽ 4 പേർക്കും PR കിട്ടാൻ സാധ്യത വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും PR കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരുവിധ എഫേർട്ടും ചെയ്യാത്തതുകൊണ്ട് മാത്രമായിരിക്കും ആ PR നിങ്ങൾക്ക് കിട്ടാത്തത്. അതെങ്ങനെ സാധ്യമാകും? അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 4 കാനഡ ഗവൺമെൻറ് 2026 തൊട്ട് 2028 വരെയുള്ള ഒരു ഇമിഗ്രേഷൻ പ്ലാൻ പ്രഖ്യാപിക്കുമ്പോൾ പലരും പേടിച്ചുകൊണ്ടിരുന്നത് ഇമിഗ്രേഷൻ്റെ എണ്ണം കുറയ്ക്കുമോ, ഇപ്പോൾ ഉള്ള പെർമനൻറ്റ് റെസിഡൻസി അതായത് ഈ 2026 കോട്ടയുടെയൊക്കെ നമ്പർ കുറയ്ക്കുമോ എന്നൊക്കെയായിരുന്നു. 2026 ഏകദേശം 3,80,000 പേർക്കാണ് PR കൊടുക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 2025 ഫ്രഞ്ച് ലാംഗ്വേജിലൊക്കെ എഫിഷ്യൻസി പ്രൂവ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർക്കാണ് PR കിട്ടിയത്. ഗവൺമെൻറ് കഴിഞ്ഞ വർഷം അത് ഏകദേശം 29,300 പേർക്കായിരുന്നു ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഒരു എഫിഷ്യൻസിയൊക്കെ പ്രൂവ് ചെയ്തവർക്ക് PR കിട്ടിയെങ്കിൽ അത് 2026 ആകുമ്പോഴത്തേക്ക് ഏകദേശം 1000 പേരോട് കൂട്ടി, അതായത് 30,200 പേർക്കോളം PR കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഫെഡറൽ എക്കണോമിക് പൈലറ്റ് പ്രോഗ്രാമിനകത്ത് കെയർ ഗീവേഴ്സ്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഫുഡ് കാറ്റഗറിയിലൊക്കെയുള്ള അതിലെടുക്കുന്ന PRൻ്റെ എണ്ണം എന്ന് പറയുന്നത് നേരത്തെ അത് ഏകദേശം 11,000 പേരെ 2025 എടുത്തെങ്കിൽ 2026 ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുറവ് മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. ഏകദേശം ഒരു 3,000 പേരുടെ കുറവുണ്ടെങ്കിൽ പോലും 8,000-ൻ്റെ അടുത്ത ആൾക്കാരെ 2026 എടുക്കുന്നുണ്ട്. അടുത്തായിട്ട് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴി 2025 ഏകദേശം 5,000 പേരെ എടുത്തെങ്കിൽ അതിൽ നിന്നകത്ത് ചെറിയൊരു കുറവ്, അതായത് 1,000 പേരെ കുറവ് മാത്രം വന്നിട്ട് 2026 ആകുമ്പോഴത്തേക്ക് 4,000 പേരെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി 2026 ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴി ആൾക്കാരെ എടുക്കുന്നതാണ്. 2025 ഏകദേശം വെറും 55,000 പേരെ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നെങ്കിൽ ഇപ്പം ഏകദേശം ഇരട്ടിയായിട്ട് ഏകദേശം 95,000 പേരോളമാണ് 2026 ഒരു PNP പ്രോഗ്രാം വഴി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ഒരു മേജർ ഡിഫറൻസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഫെഡറൽ എക്കണോമിക് പ്രോഗ്രാം വഴിയൊക്കെ ഒരു 1,000-2,000 പേരുടെ മാത്രം 2026 കുറവ് വരുമ്പോൾ ഏകദേശം ഒരു 40,000 തൊട്ട് 50,000-ൻ്റെ എണ്ണം കൂടുതലാണ് ഈ ഒരു PNP പ്രോഗ്രാം വഴി കാനഡയിൽ 2026 എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ഒരു മേജറായിട്ടുള്ളൊരു വലിയ ചേഞ്ചാണ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാരാണ് കാനഡയിൽ ഇപ്പോൾ ഒരു PNP വഴിയൊക്കെ PR നേടുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് തന്നെ ഒരു നേരത്തെ ഉണ്ടായതിൻ്റെ ഡബിളായെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ എത്രയധികം സാധ്യത കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഇതുകൂടാതെ തന്നെ 2026 ഇമിഗ്രേഷൻ പ്ലാനിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് ഒരു വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം വഴി ഏകദേശം 33,000 പേർക്ക് PR കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മെയിനായിട്ടുള്ളത് ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സെക്ടറിലെ ആൾക്കാരെ ആയിരിക്കും. അത് പ്രത്യേകിച്ച് ഒരു കാനഡയിൽ തന്നെയുള്ള റൂറൽ ഏരിയയിലേക്ക് വേണ്ടിയായിരിക്കും കൂടുതൽ അങ്ങനെ ആൾക്കാർക്ക് PR കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ ഡിമാൻഡ് ജോബാണ് ചെയ്യുന്നതെങ്കിൽ, അതും റൂറൽ ഏരിയ ബേസ്ഡാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് PR സാധ്യത വളരെയധികം കൂടിയിട്ടുണ്ട്. ആ വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം എങ്ങനെയാണ് ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത വർഷം നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. ആ ഇൻഫർമേഷൻ വരുമ്പോൾ അതാദ്യം തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ തന്നെ കാനഡയിൽ ഒരു ടെമ്പററി റെസിഡൻറ്റ് പ്രോഗ്രാം വഴി കാനഡയിലേക്ക് 2026 ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് വെറും 3,80,000 പേരെ മാത്രമാണ്. നേരത്തെ 2025 ഏകദേശം 6,73,000 പേരോളം ടെമ്പററി റെസിഡൻ്റായിട്ട് കാനഡയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടെമ്പററി റെസിഡൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതലും ഇൻ്റർനാഷണൽ ഒരു ഫോറിൻ ടെമ്പററി വർക്ക് പ്രോഗ്രാം വരുന്നവരും, അതേപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം വഴി വരുന്നവരും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു വലിയ നമ്പർ തന്നെ ആൾക്കാർ ഇവിടെ ടെമ്പററി ആയിട്ട് ഇവിടെ വരുന്നുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഇപ്പോൾ കാനഡയിൽ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഉള്ളവർക്ക് അവർ പഠിച്ചിട്ടുള്ള ഫീൽഡിലോ അല്ലെങ്കിൽ അവർക്ക് PR കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഫീൽഡിലൊക്കെ ജോലി കിട്ടാനും അതിനൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഈ ടെമ്പററി റെസിഡൻറ്റിൻ്റെ എണ്ണം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കാനഡയിൽ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ PR കിട്ടാനുള്ള സാധ്യത നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. 2026 കാനഡയുടെ ഇമിഗ്രേഷൻ പ്ലാൻ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ 2026 പ്ലാൻ ഇനി അത് നടപ്പാക്കാൻ പോകുന്നത് ഏകദേശം ഒരു അടുത്ത വർഷം തുടക്കത്തോടു കൂടിയായിരിക്കും. അങ്ങനെ ഇൻഫർമേഷൻ വരുമ്പോൾ അപ്പം തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ തന്നെ മാർച്ച് 31, 2026 മുമ്പ് തന്നെ കുറേയധികം പൈലറ്റ് പ്രോഗ്രാമൊക്കെ ആരംഭിക്കുന്നതാണ്. ആ ഇൻഫർമേഷൻ വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനിൽ എത്തുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.
നന്ദി.